ഇതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നാണ് നമ്മളിപ്പം കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട്, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കുടുങ്ങി മരണം സംഭവിച്ചു എന്ന്. അതേക്കുറിച്ച് ഒരാൾക്ക് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവുക എന്നുള്ള, എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ള. ഫസ്റ്റ്ലി നമ്മൾ ഒരാളെ പോയിട്ട് ഒരിക്കലും ബാക്ക് സൈഡിൽ പോയി വിളിക്കരുത്. ഫ്രണ്ടിൽ വന്നിട്ട് അവരോട് ചോദിക്കുക, എന്താ പറ്റി, എന്താ ചേട്ടാ പറ്റി എന്ന് ചോദിക്കുക. അപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല, കണ്ണ് രണ്ടും മേടിച്ച് മുകളിലോട്ട് വരുന്ന രൂപത്തിൽ കൈ രണ്ടും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു രൂപമാണ്, നമ്മൾ മനസ്സിലായിക്കോളും അയാൾക്ക് തൊണ്ടയിൽ കുടുങ്ങിയതാണ്. നിങ്ങൾ നേരെ എന്ത് ചെയ്യുക വെച്ചാൽ നേരെ ബാക്ക് സൈഡിൽ പോവുക, എന്നിട്ട് കാലൊന്ന് വിടർത്തി വെക്കാൻ പറയുക. എന്നിട്ട് നമ്മളെ ഒരു കാലെടുത്തിട്ട് ഉള്ളോട്ട് മാക്സിമം മുന്നോട്ട് വെക്കുക. എന്നിട്ട് നമുക്ക് ബലമുള്ള കൈ ഏതാ വെച്ചാൽ അത് മുഷ്ടി ചുരുട്ടി പിടിക്കുക. പൊക്കിള് നേരെ മുകളിൽ നന്നായിട്ട് മറ്റേ കൈ കൊണ്ട് ലോക്ക് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഇൻവേർഡ് ആൻഡ് അപ്വേർഡ് എന്ന രീതിയിൽ, ഒന്ന് ഉള്ളോട്ട് ഒന്ന് മേൽപോട്ട് എന്ന രീതിയിൽ. ഇത് എത്ര പ്രാവശ്യം ചെയ്യണമെന്നല്ല, ഇത് ഈ ഐറ്റം പുറത്ത് വരുന്നവരെയോ അല്ലെങ്കിൽ ഇയാൾക്ക് ബോധം പോകുന്നവരെയോ നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യും. ഒന്ന് നമ്മളിങ്ങനെ വട്ടം പിടിച്ച് നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്ക് ബോധം പോവാം. ബോധം പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ആളെ എങ്ങോട്ടാണ് വീഴുന്നത്. ബാക്കോട്ട് വീഴാം, ചിലപ്പോൾ ഫ്രണ്ടിലോട്ട് വീഴാം, ചിലപ്പോൾ സൈഡിലോട്ട് വീഴാം. അതിനെ നമ്മളൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ പിടിക്കുന്നത്. ഓക്കെ.